ഹല്ലേലൂയ. വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തുള്ള എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് ഒരു ചെറിയ ചിന്ത മാത്രം എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. വലിയ ഒരു സബ്ജക്റ്റാണ്, എന്നാൽ ഇന്ന് സമയപരിമിതികളുണ്ട് യൂട്യൂബിൻ്റെ നിയമപ്രകാരം. അതുകൊണ്ട് ചെറിയ ഒരു ചിന്ത എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. യെശയ്യാപ്രവചനം അതിൻ്റെ 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവ നീ എന്നോട് കോപിച്ചു, നിൻ്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എൻ്റെ രക്ഷയുടെ യഹോവയായ ഹായ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവകളിൽ നിന്നും വെള്ളം കോരുവിൻ. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ. അവൻ്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പിൻ. യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. സിയോൻ നിവാസികളെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കയാൽ ഘോഷിച്ചുല്ലസിപ്പിൻ. മഹാപരിശുദ്ധനും സ്വർഗീയ നല്ല ദൈവമേ, ഈ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. വചനമായി നിൽക്കുമ്പോൾ കർത്താവ് ജനത്തോട് സംസാരിക്കണം, ഇടപെടണം. കർത്താവെ, അനേക ഭാരങ്ങളുണ്ട് കർത്താവെ, എളിയവനായാലുമുണ്ട്. ഓരോ കാണുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് പല ഭാരങ്ങൾ പെടുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം കർത്താവെ നീ മാറ്റണമേ. ആകുലതകളെല്ലാം യേശുവിൻ നാമത്തിൽ മാറട്ടെ. ഈ കാണുന്ന വ്യക്തി മണ്ഡലങ്ങളിൽ അനേക ഭാരങ്ങൾ, പ്രയാസത്താൽ, പല ജോലിഭാരത്താൽ, കുടുംബത്തിൻ്റെ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലങ്ങളുണ്ട്. എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ ഓരോരുത്തരുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ പകരുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇരുട്ടിൻ്റെ ശക്തികൾ, ഭവനത്തിലെ ആ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന, അസമാധാനത്തെ കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹബോനി ലാന്ത് റേക്കെ സെമോനിയ ഐ ഹെബോ ലാന്തിയ ഐ യു കമാൻഡിങ് ജീസസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹബി ഷെബോ നാഥ റീഖല ഹസ്തിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അസമാധാനങ്ങൾ മാറി കുടുംബത്തിൽ, വ്യക്തി ജീവിതങ്ങളിൽ ക്രിസ്തുവിൻ്റെ സമാധാനം നിറയട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, നീ ജനത്തോട് ഇടപെടണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ നീ എന്നോട് കോപിച്ചു, നിൻ്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എൻ്റെ രക്ഷയും യഹോവയായ ഹായ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവകളിൽ നിന്നും വെള്ളം കോരുവിൻ. അന്നാളിൽ നിങ്ങൾ പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ കർത്താവിനെ കാണുന്ന ആ നാളിലുള്ള സംഭവമാണ് പ്രവാചകൻ പറയുന്നത്. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ നീ എന്നോട് കോപിച്ചു, നിൻ്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എൻ്റെ രക്ഷയുടെ യഹോവയായ ഹായ് എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീരുന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് ആശ്രയിക്കുവാൻ, നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നത്, മനുഷ്യനെ നമുക്ക് ഒരുപക്ഷെ വിശ്വസിക്കുവാൻ സാധിക്കത്തില്ല, എന്നാൽ നമുക്ക് വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും ഏത് സമയത്തും ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും അതേ കരുതുന്നവൻ
അത് നമ്മളെ സഹായിക്കുന്നവൻ അത് യേശു കർത്താവാണ് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ആ രക്ഷയുടെ അനുഭവം കടന്നു വന്നെങ്കിൽ മാത്രമേ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ, ക്രിസ്തുവിൻ്റെ ലാളനെ, ക്രിസ്തു നടത്തുന്ന വഴികളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആ രക്ഷയുടെ അനുഭവം അനുഭവിക്കണമെങ്കിൽ നീ ക്രിസ്തുവിന് ഉള്ളിലായി മാറണം. ഒരുവൻ ക്രിസ്തുവിൻ്റെ ഉള്ളിലായാൽ അവൻ പുതു സൃഷ്ടിയായി മാറുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആ ക്രിസ്തുവിൽ അറിയുന്നവരായി നമുക്ക് മാറുവാൻ സാധിച്ചോ? ആ യേശുവിനെ അറിയുന്ന വ്യക്തിയായി നമുക്ക് മാറുവാൻ സാധിച്ചോ? അതോ നമ്മൾ യേശുവിനെ അറിയാത്ത വ്യക്തിയാണോ? ആ രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ, അറിയുവാൻ സാധിച്ചോ? മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിനല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടും, നിത്യരക്ഷ വരിച്ചിടും, ഏകരക്ഷ വരിച്ചിടും. ആകാശത്തിൻ കീഴിൽ വേറു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. വഴിയും സത്യവും ജീവനുമേശു മാത്രമല്ലയോ, യവനേകരക്ഷകൻ. താതൻ അരുകിൽ ചെല്ലാനുള്ളൊരു വഴിയല്ലോ യേശു, ഏക വഴിയല്ലോ യേശു, നിത്യവഴിയല്ലോ യേശു. ആകാശത്തിൻ കീഴിൽ വേറു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരുന്ന നാളിൽ നിങ്ങൾ പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും അതിനപ്പുറമായി നിത്യത നേടുവാൻ സാധിക്കത്തുള്ളൂ. കാരാഗൃഹ പ്രമാണിയെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 16-ാം അധ്യായം 24 മുതൽ അതിൻ്റെ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസും തൻ്റെ സുഹൃത്തുക്കളും ശിലാസുമെല്ലാം ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അവിടെ ആ ക്രിസ്തുവിൻ്റെ ആ രക്ഷ കടന്നു വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ അപ്പുറമായി കാരാഗൃഹ പ്രമാണി രക്ഷയുടെ അനുഭവത്തിലേക്ക് കുടുംബം മുഴുവൻ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതേ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 16-24 മുതൽ അവൻ ഇങ്ങനെ കൽപ്പന കിട്ടിയകയാൽ അവൻ അകത്ത് തടവിൽ ആക്കിയിരുന്നു, കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രി പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ഭ്രമിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി, കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന വ്യക്തിയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും. അവിടെ നിൻ്റെ ബന്ധനങ്ങളെ, നിൻ്റെ കെട്ടുകളെ, നിൻ്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന ബന്ധനങ്ങൾ, പൈശാചിക മണ്ഡലങ്ങൾ അത് ഉടഞ്ഞ് ഏത് ആമത്തിലായാലും ഏത് ജയിലിനുള്ളിൽ കിടന്നാലും അത് തുറക്കുന്ന ഒരു അനുഭവം നിനക്ക് കാണുവാൻ സാധിക്കും. അത് നീ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായെങ്കിൽ മാത്രമേ ആ അനുഭവം നിൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കത്തുള്ളൂ. അത് കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസും ശീലാസും അവരും ജീവിതത്തിൽ ഒരു മുന്നോട്ട് പോകുവാൻ ഒരു രക്ഷയില്ല. എന്നാൽ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരാണ്. അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ കാരാഗൃഹം കുലുങ്ങുവാനും ഘോഷി ബനഹതുരഹസ്യ. എൻ്റെ ദൈവം, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ആ യേശുവിൻ്റെ മുന്നിൽ, നിൻ്റെ വിഷയത്തിൻ്റെ മുന്നിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അതേ കാരാഗൃഹത്തിൽ അത്ഭുതം ചെയ്ത കർത്താവ് നിന്നെയും വിടുവിക്കുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. അവർ പാടി സ്തുതിച്ച് തടവുകാർ ഭ്രമിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരും ചങ്ങല അഴിഞ്ഞു,
വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നപ്പോൾ കാരാഗൃഹത്തിൽ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുതേ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശിലാസിൻ്റെയും മുമ്പിൽ വീണ് അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിപ്പിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ മറ്റൊരുവനിലും ഇല്ല. അത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്നെ കേൾക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ മുന്നോട്ട് പോകും? എൻ്റെ മുന്നിൽ മരണമല്ലാതെ, എൻ്റെ കുടുംബത്തിന് മരണമല്ലാതെ, ആത്മഹത്യയല്ലാതെ ഹൽബോ റോക്കോ സിയ ചില കുടുംബ മണ്ഡലങ്ങൾ പറയുന്ന അവസ്ഥകളുണ്ട്. സ്വർഗം അറിയുന്നു. എന്നാൽ യേശു നിന്നോട് പറയുന്നു, അതേ, ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു. നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. നീ എന്നിൽ ആശ്രയിക്കുവാൻ, എന്നെ നീ ഇന്ന് അറിയുവാൻ, എന്നെ ഒന്ന് ഏറ്റെടുക്കുവാൻ, നീ സ്വീകരിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിൻ്റെ സാഹചര്യത്തെ മാറ്റുമെന്ന് ചില വ്യക്തിമണ്ഡലങ്ങളോട്, ദൂരത്തുള്ള ചില കുടുംബ മണ്ഡലങ്ങളോട് ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആ കാരാഗൃഹ പ്രമാണിയെപ്പോലെ നമുക്കൊന്ന് വിട്ടുകൊടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ആ രക്ഷയുടെ അനുഭവം നമുക്കും നമ്മുടെ കുടുംബത്തിനും അനുഭവിക്കുവാൻ സാധിക്കും. യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടുകൂടി അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും പ്രസംഗിച്ച് അവൻ ആ രാത്രിയിൽ തന്നെ, ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ മുറിക്കുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിക്കാതെ സ്ഥാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചു വീടടക്കം ആനന്ദിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അതേ, കർത്താവിൻ്റെ ആ രാജ്യത്തിലുള്ളപ്പോൾ ആ രക്ഷയുടെ അനുഭവം, ആ കർത്താവ് നമ്മൾ അവിടെ സ്വർഗത്തിൽ ഇരിക്കുന്ന നാളിൽ ആ ക്രിസ്തുവിൻ്റെ സന്തോഷത്തെ, ആ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ ഈ രക്ഷയുടെ അനുഭവം കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ പോകുവാൻ സാധിക്കത്തുള്ളൂ. മറ്റൊരുവനിലും രക്ഷയില്ല. യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അതേ, നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ മറ്റൊരുവനിലും ഇല്ല. യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അന്നാളിൽ നമുക്ക് സന്തോഷിക്കണമെങ്കിൽ ആ കാരാഗൃഹ പ്രമാണിയെപ്പോലെ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നവരായി, കുടുംബമായി, വ്യക്തിപരമായി രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു വരുമെങ്കിൽ മാത്രമേ, അതേ, അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരി കുടിപ്പിക്കും. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ജാതികളുടെ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ. അവൻ്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പിൻ. യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവിൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പ്രിയ കുടുംബമേ, നമുക്ക് ശ്രേഷ്ഠമായി ചെയ്യുന്ന ഒരു നല്ല കർത്താവുണ്ട്. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിൻ്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ, ദൈവം എൻ്റെ രക്ഷ, യഹോവ എൻ്റെ ഹായാകുന്നു, ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഹോളി സ്പിരിറ്റ് ചിറ്റിയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്താവ് യേശു ഈ വചനമുഖാന്തരം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.